ഓക്കെ സ്റ്റാർട്ടിങ്. അതാ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഈസ്റ്റാർട്ട് അടിക്കാനും വിട്ടുപോയി. ഞാൻ അതിന്റെ കാര്യം മറന്ന്. ഹംഹംബനും. അപ്പോ എട്ടിക്സ് അറ്റാക്കിംഗ്, DRV ഡിഫെൻഡിങ്, റാഞ്ചോ. ഇവിടെ വന്ന് നിൽക്കുന്ന പേരുണ്ട്. ഓ ഓ ആവുമായിരുന്നല്ലേ നേരത്തെ. ഓടി എനിക്ക്. ഓക്കെ അപ്പൊ 41 മിനിറ്റ് ആവാനി, 42 മിനിറ്റ്. കേറിയപ്പോ തന്നെ അവിടെ നടി. ഇതിപ്പോ നേരെ അടിക്കാൻ പോകുന്നു. 17 അതന്നെ ഡൗൺ ആയപ്പോഴല്ലേ തെറ്റാത്. നേരെ കേറിട്ട് അടിക്കാൻ പോയി. ഡയറക്റ്റ് അടിക്കാനുള്ള പരിപാടിയാന്ന് തോന്നുന്നു. 11 ബാക്കി. ഓക്കെ 8x 11 പേരുള്ളൂ. ആരോ കത്തി തിരിച്ചു. DRV 12 പേര് സോണിന്റെ അകത്തുണ്ട്. ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ആയിട്ട് റിപ്പയർ ചെയ്യാൻ പോയി. ടയർ പൊട്ടി. ടയർ പൊട്ടിയുണ്ട്. പഞ്ചറായ സൗണ്ട് കേട്ടിരുന്നു. ഏ 5 ആൾക്കാരകത്തുണ്ട്. വണ്ടി എടുത്തോണ്ട് പോകുന്നു. ലോക്ക് കേട്ടാ. വണ്ടി നൈസായിട്ട് നോക്കാൻ നോക്കി പോയിട്ട് ഗോഡ്ക്ക് പോ. പക്ഷേ വണ്ടി ലോക്കായിരുന്നു. ഏത് വണ്ടി? 8xന്റെ ഇവിടെ. വണ്ടി ഇട്ടിട്ട് പോയായിരുന്നു. അതെ മോളി കയറുന്ന ഈ സൈഡില്. ഓ അവിടുന്ന് അങ്ങനെ. ഓ അങ്ങനെ പുറത്തുനിന്ന് നോക്കി നോക്കിയപ്പോ ലോക്ക്. എഫ് ഞെക്കി പിടിച്ചേ. ലോക്ക് ഓപ്പൺ ആക്കിയിട്ട് എഫ് ഞെക്കി പിടിക്ക്. എടാ എഫ് നെക്കി പിടിക്കാൻ അൺലോക്ക് ആക്കി ഞെക്കി പിടിച്ചിട്ടും തുറക്കണല്ലോ. ആണ് വേറെ ആൾക്ക് ചാവി എടുത്തിട്ട് നോക്ക്. ചാവി നോക്കണം. അയ്യോ ഓക്കെ കാലിത് കേട്ട് സ്റ്റെല്ലനെ അടിച്ചിട്ടുണ്ട് ഇവിടെ. അവിടെ അവർക്ക് മറ്റേ ലോക്ക് ബഗ് അത് നോക്കാൻ പോയി. ഇടക്ക് അതൊക്കെ ലോക്ക് ബഗ് അടിച്ചു. അത് കുറച്ചേരം ക്ഷമ എടുത്ത് കുറച്ചേരം നിന്നാല് അയ്യോ കറക്റ്റ് ടൈമിലൂടെ അടി നടന്നു. ആ വണ്ടി തീവടിച്ചിട്ട് അവർക്ക് ഒരു വണ്ടി എടുക്കും. അവനെങ്ങനെ കയറി അടിച്ച്? മറ്റേ വാക്കോവ് വണ്ടി കൊടുത്താ? വണ്ടി എടുത്തു. ഡിയാവിക്ക് കൊടുത്തായിരുന്നല്ലോ അല്ലേ? ആ ഡിയാവിക്ക് കൊടുത്തു. ഓക്കെ. സ്റ്റെല്ലയും ബാൽക്കോവ വെച്ച് മറ്റേ ഏറ്റവും മണ്ടൊക്കെ നിൽക്കായിരുന്നു. അങ്ങനെ തന്നെയാണ് കറി. അല്ലാതെ വഴിയില്ല. അത് മറ്റേ സ്പോട്ട് കയറാൻ പറ്റുന്നത്. വഴിയില്ല. അന്ന് നമ്മൾ ഫുള്ള് തപ്പിയതല്ലേ ആ ഒരു സ്പോട്ടില്. ശരി നമ്മൾ നോക്കിയതാ. അപ്പൊ അതുപോലെ തന്നെ ഇവരും രണ്ടുപേര് കയറിച്ച്. അതെ വണ്ടി ഇവിടെ ഉണ്ടേ. അവിടെ വണ്ടി ഇട്ട് പറഞ്ഞു തന്നണ്ട. ഇപ്പൊ ഇൻഫ്ലുവൻസ് പറഞ്ഞു തുടങ്ങുന്നുണ്ടാവുമല്ലോ അവർക്ക്. അല്ല 8x 11 കാണിക്കുന്നുള്ളല്ലോ. 8x 11 ഉള്ളൂ. 11 ബ്ലേക്ക് വരുന്നുണ്ട്. ബ്ലേക്ക് ഉണ്ടെന്ന് കേട്ടാ. ശരിയാ. ബ്ലേക്കിനെ നേരത്തെ കണ്ടായിരുന്നു അവിടെ ബൈക്കും കൊണ്ടുവന്ന്. ബ്ലേക്ക് കയറുന്നുണ്ട്. അപ്പൊ അവനാണ് 12ാമത്തെ ആള്. അതാ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇവൻ തയ്യ ഒരു പിക്ക് കൂടെ എടുത്താലേ ഇൻഫ്ലുവൻസ് പോകുന്നതാണ്. നീ എന്താ ഇങ്ങനെ നിന്നെ കാണാൻ കേട്ടാ?
എങ്ങനെ ക്ലിപ്പ് അടിച്ചിരിക്കുന്നത് കാണാ. ഞാൻ കണ്ടു. ഇപ്പഴോ? ഇവിടെ ഞാൻ ഈ സോൺ ഇപ്പൊ കാണുന്നില്ല, ഇപ്പൊ കാണുന്നില്ല. ആ ഇതില് മഞ്ഞ എനിക്ക് പെർസ്പെക്റ്റീവ് ഒന്ന് നോക്കണം. എനിക്ക് ഇതിന്റെ ലൈവ് ഒന്ന് എടുത്ത് നോക്കണം. പക്ഷെ കയറിലിങ്ങനെ നിന്ന് ഞാൻ 2 പ്രാവശ്യമായി കാണുന്നു. ഫസ്റ്റ് കണ്ടപ്പോ തോന്നിയാന്ന്. 2ാമത്തെ പ്രാവശ്യം കണ്ടപ്പോ എനിക്ക് ഞാൻ മറ്റേ നോ ക്ലിപ്പിൽ വണ്ടി എടുത്ത് കൊടുത്തപ്പോ അവിടെ നിന്ന് ഫസ്റ്റ് അവിടെ നിന്ന് ഞാൻ കണ്ടത്. എനിക്ക് അതായിരിക്കും. അതന്നെ അതന്നെ TX നോ ക്ലിപ്പിൽ വണ്ടി എടുത്ത് കൊടുത്തപ്പോ അതെന്താ പറഞ്ഞു ദൃഷ്ടി. പിന്നെ ഇൻഫ്ലുവൻസ് ഡിയാവിക്ക് കുറഞ്ഞു തുടങ്ങും. 12ാമത്തെ ആള് കുറഞ്ഞു തുടങ്ങി ഓൾറെഡി. ഓക്കെ, അപ്പോൾ DRV ഒരാൾ ഡൗൺ ആയിട്ടുണ്ട്. സ്റ്റെല്ല അവരെ 8x അവിടെ കയറി അടിച്ചിട്ടുണ്ട്. അപ്പോൾ കൗണ്ട് ഇപ്പോൾ 8x 12, DRV 11. ഇനി DRVക്ക് അറ്റാക്ക് കളിക്കണം, അല്ലെങ്കിൽ 8xന് ഇൻഫ്ലുവൻസ് പോകും. ഇൻഫ്ലുവൻസ് ഉള്ള വാക്കൊക്കെ മറന്നു കേട്ടാ. എത്ര നല്ല വാക്കല്ല കേട്ടോ. ദിവ്യദൃഷ്ടിയിൽ കേൾക്കുന്ന വല്ലതാവും ചിലപ്പോ പ്ലാന്. അങ്ങനെയും വിചാരിക്കാം, എനിക്ക് അറിഞ്ഞൂടാ. DRV തന്നെയാണ് ഇപ്പോൾ 11 ആളായിട്ട് നോക്കുന്നത്. തിരിച്ചു കയറുന്നൊരു ഇൻഫ്ലുവൻസ് കൊണ്ടും ടീച്ചർ ചെയ്ത് വണ്ടി പുറത്തു പോയി തോന്നണം കേട്ടാ. കഴിഞ്ഞാൽ എന്താ പരിപാടി? അങ്ങനൊന്നുമില്ല, ചിലപ്പോൾ നിർത്തും. എടൈക്സ് അവിടെ നിന്ന് അടിക്കുന്നുണ്ട്. അല്ല ഇവരിവിടെ നിന്നിട്ട് കാര്യം ഉണ്ടോന്ന് വെച്ചാ 11 ആൾക്കാരില്ലെങ്കിൽ ഓക്കെ ആയിരുന്നു. എന്താ 8x കൊണ്ടും കത്തിയാ? 8x 11 ഉള്ളല്ലോ. 8x കത്തിയ കൊണ്ടു 11 ആൾക്കാരുള്ളതുകൊണ്ട് കത്തിയാട്ടാ. ആഷ് കേറി വരുന്നുണ്ട്. റീസല്ല വേണ്ടിയത്. 2 പേര് കത്തിയാ. ഇവര് സോണിന്റെ വെളിയിൽ ഇറങ്ങുന്നില്ല, അതായിരിക്കും. അല്ല 2 പേര് 8x ഒരു ഡീലർഷിപ്പിൽ നിൽക്കുന്നു. SMGയില് ചോപ്പ് മാർക്ക് റെഡ് ബ്ലിപ്പ് എടുക്കുന്നു 2 അപ്പൊ ഇവിടെ എത്ര ആൾക്കാരുണ്ട്? 9 പേരാ. അത് ഇവിടുത്തെ എത്ര പേര് കത്തി വന്നേരം? 8x ആകെ 11 പേരേ ഉള്ളൂ. അതില് 2 അവിടെ. നീല് അടുത്ത ഇവിടെ കയറി അടിച്ചു. ഇവിടെ മണ്ടേ കയറി ജാങ്കോയും നീലും കൂടെ. അടുത്ത ആള് ഡേവിഡ് നമ്പിയല്ലോ. നീല് കയറി 2 വിക്കറ്റ് എടുത്തു ഇവിടെ. വിക്കറ്റ് നൈസായിട്ട് ബാക്ക് വലിഞ്ഞു. വിചാരിച്ചില്ല കേട്ടാ, അവിടെ കണ്ടൂല്ല അവര്. എളുപ്പം അടിച്ചു. ഓക്കെ, അങ്ങനെ 2 പേരും കൂടെ എടുത്തിട്ടുണ്ട് DRVക്കാരെ 8x. അപ്പോൾ കൗണ്ട് 9 ആയി. DRV 3 പേര് ഡൗൺ ആയിട്ടുണ്ട് ടോട്ടല്. 8x ഈ മണ്ഡലത്തെ ബിൽഡിംഗ് എടുത്തു കേട്ടെ. ഓക്കെ, DRV അവിടെ നിന്ന് മൊത്തത്തിൽ ഇറങ്ങി. 8x ഫുള്ളായിട്ട് കിട്ടി. ഈ മറ്റേ ഫസ്റ്റ് 8x എന്ന സ്ഥലത്തോട്ട് അവർ വന്ന്
ഇനിയിപ്പോ DRV അറ്റായും കളിക്കേണ്ടി വരും ഇവിടെ. എടേ അടുത്ത ഡൗൺ കല്ലുമാത്തൻ. ഇവനെ മൂട്ടായിരുന്നു. മഴ വരുന്ന പോലെ വന്നോണ്ടിരുന്നു. ആ ഇവിടെ അടിച്ചല്ലേ ഒരടിച്ചു കയറുവാണല്ലോ കൗണ്ട് നിൽക്കാം. അതെങ്ങനെ അടിച്ചവൻ? ആ ഒരാളടിച്ച് അപ്പൊ തന്നെ അടുത്താളെ അടിച്ച്. കില്ലോടോ സുന്ദർ ഡൗൺ. റോഹൻ 1 HP അവിടെ. റോഹൻ ഡൗണ്. ഗോഡ്കിഫോയ്ക്ക് 2 സൈഡിൽ നിന്ന് അടി വരുന്നു. 2 അല്ല 3-4 സൈഡിൽ നിന്ന് അടി വരുന്നു. 2 പറഞ്ഞ തെറ്റിപ്പോയി. ഡൗണായി. വോക്ലിയുടെ നിലത്ത് വീണ്. വോക്ലിയും വെടിശിപ്പും ഇവിടെ ഉണ്ട്. അവരുടെ ഇവരണ്ടും കൂടെ ഉള്ള ഇവരണ്ടും കൂടെ കത്തിക്കോണം. ബ്ലേക്ക് വന്നേക്കന്നെ കൊണ്ടും കത്തി തോന്നുന്നു കേട്ടോ. അതേ നിന്ന് പിടിയേക്കുന്നത്. ഇവിടെ ടോർക്ക് ടോർക്കാകുമ്പോ ഒരാകുമ്പോട്ടോ ചാടി വീണത്. ടോക്ക് നൈസായിട്ട് വലിഞ്ഞ് ടോക്കിന്റെ ലാസ്റ്റ് ബാക്കപ്പ് വരും. പൊളിച്ചെന്ന് കേട്ടാ. അതാ ഒരു പട ഇളകി വരുന്നു. കൂടി ഇങ്ങോട്ട് ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ് വെടിശിപ്പും. ഡൗൺ. ഓൾ ഡൗൺ. GG. 1 2 3 4 5 8x അങ്ങനെ കത്താത്തതെല്ലാം കൂടെ കൂട്ടി ആവര്. അല്ല വണ്ടിയിൽ എടുത്തുണ്ടല്ലോ സാത്താൻ 7. കാലിത് ഡൗണായി. സാത്താൻ ഡൗണായ ഇല്ല അവിടെ ഉണ്ട്. 2 3 7 പേരുണ്ട് ഇപ്പം ബാക്കി. ടോർക്ക് ഡൗണായി. കാലിത് ഡൗണായി. ഡൗൺ ആയിട്ടില്ല. 2 പേര് ഡൗൺ ആയിട്ടുണ്ട്. 9 3 പേര് കത്തുകയും ചെയ്ത്. ആ ബ്ലേക്ക് അവിടെ നിന്നിട്ട് ഇപ്പൊ വെടിച്ചിരുന്നു. ബ്ലേക്ക് കത്തി കത്തി. അപ്പം ഓൾ ഡൗൺ. GG. 8x സക്സസ്ഫുള്ളി ക്യാപ്ചേർഡ്. റാഞ്ചോ. GG. അപ്പോ 8x അത് അടിച്ചെടുത്തു. GG.